ശൈലൻ ശൈലേന്ദ്രകുമാർ എന്ന ആൾ ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. നയൻതാരയെ എന്നും ബഹുമാനമാണ്. നായകന്റെ നിഴലാവാതെയും നായകന്റെ സപ്പോർട്ടില്ലാതെയും സിനിമയെയും അതിൻ്റെ ബോക്സ് ഓഫീസിനെയും സ്വന്തം നിലയിൽ ചുമലിൽ ഏറ്റാൻ കഴിവുള്ള നടിയാണ് നയൻതാര. അക്ഷരം തെറ്റാതെ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കപ്പെടേണ്ട ആൾ എന്ന് പലവട്ടം ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അതിനാൽ ധനുഷ് അവരെ ഇട്ട് ദ്രോഹിക്കുമ്പോൾ നിരുപാധികം പിന്തുണ പ്രഖ്യാപിക്കേണ്ടത് നമ്മുടെ ചുമതല ആണല്ലോ. പിന്തുണ പ്രഖ്യാപിച്ചു, അതിനുശേഷം കാര്യങ്ങളും അന്വേഷിച്ചു. അങ്ങനെ കിട്ടിയതും കേട്ടതുമായ കാര്യങ്ങൾ: നയൻസ് നായികയായി വന്ന വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്ത 2015 മൂവി നാനും റൗഡി താൻ നിർമ്മിച്ചത് ധനുഷാണ്. അതായത് നയൻസിന് അഭിനയിച്ചതിനുള്ള പ്രതിഫലവും വിഘ്നേഷിന് സംവിധാനിച്ചതിന് ഉള്ള ശമ്പളവും അനിരുദ്ധിന് പാട്ട് കമ്പോസ് ചെയ്തതിനുള്ള പൈസയും സിനിമ ഷൂട്ട് ചെയ്തതിനുള്ള മറ്റ് ചെലവുകളുമെല്ലാം ധനുഷ് സ്വന്തം പോക്കറ്റിൽ നിന്ന് അഥവാ അക്കൗണ്ടിൽ നിന്ന് കൊടുത്തു എന്നർത്ഥം. ഒന്നും പെൻഡിങ് വന്നതായി ഒരു അസോസിയേഷനിലും പരാതി വന്നിട്ടില്ല. അതിലുപരി 6 കോടി ബജറ്റ് എസ്റ്റിമേറ്റ് ഇട്ട് തുടങ്ങിയ സിനിമ വിഘ്നേഷ് ഷൂട്ട് ചെയ്ത് 16 കോടി ചെലവാക്കി, അതായത് ഇരട്ടിയിലധികം. അക്കാലത്ത് തന്നെയാണ് നയൻസും വിഘ്നേഷും അടുപ്പത്തിലാകുന്നത്. 2015 വിജയ് സേതുപതിയുടെ മാർക്കറ്റ് വെച്ച് 16 കോടി ബഡ്ജറ്റ് വന്നൊരു സിനിമ അതിലും വളരെ കുറഞ്ഞ തുകയ്ക്കാണ് വിതരണക്കാർക്ക് വിറ്റുപോയത്. പടം വിജയിച്ചതിൻ്റെ ഒരു നേട്ടവും ധനുഷിന് കിട്ടിയില്ല എന്ന് മാത്രമല്ല, നഷ്ടവുമായി. അതേക്കുറിച്ചുള്ള പരാതികളും അയാളുടെ ഭാഗത്തു നിന്ന് വന്നതായി കണ്ടിട്ടില്ല. അയാൾ നിർമ്മിച്ച സിനിമകളുടെ ലിസ്റ്റ് നോക്കിയാൽ അറിയാം, വെറും കൊമേഴ്സ്യൽ പരിഗണന വെച്ച് പൈസ ഇറക്കുന്ന ആളല്ല. കാക്കമുട്ടയും വിസാരണയുമെല്ലാം അക്കൂട്ടത്തിലുണ്ട്. ഒരു വിജയസാധ്യതയുമില്ലാത്ത മലയാളം എക്സ്പെരിമെൻ്റൽ മൂവി തരംഗം വരെ അതിലുണ്ട്. അതൊക്കെ വിടാം. നയൻസും വിഘ്നേഷും വിവാഹം കഴിച്ചപ്പോൾ അത് ഷൂട്ട് ചെയ്ത് OTTയിൽ സ്ട്രീം ചെയ്യാനുള്ള റൈറ്റ് നെറ്റ്ഫ്ലിക്സിനാണ് വിറ്റത്. 25 കോടിക്കാണ് നെറ്റ്ഫ്ലിക്സ് അത് വാങ്ങിച്ചത് എന്ന് കേൾക്കുന്നു. അതിൽ കൂടുതലുമാവാം. നയൻസിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വെച്ച് അത് അധികമല്ല. ഡിമാൻഡ് ഉള്ളത് കൊണ്ട് തന്നെയാണ് നെറ്റ്ഫ്ലിക്സ് അതിനിറങ്ങിയത്. അത് അറിയുന്നത് കൊണ്ട് തന്നെയാണ് നയൻസ് അത് വിറ്റതും. തീർത്തും പ്രൊഫഷണൽ അപ്രോച്ച്. അങ്ങനെ ഒരു വിവാഹം ഷൂട്ട് ചെയ്ത് സ്ട്രീം ചെയ്യുമ്പോൾ അതിൽ പരാമർശിക്കാതെ പോവാൻ സാധിക്കാത്ത ഒന്നാണ് നാനും റൗഡി താൻ എന്ന സിനിമ എന്ന് ഊഹിക്കാം. നെറ്റ്ഫ്ലിക്സ് അങ്ങനെ ഒരു ആവശ്യം വെക്കുന്നതും സ്വാഭാവികം. പക്ഷേ ഇൻകമിങ്ങിൽ തങ്ങൾ കാണിക്കുന്ന തികഞ്ഞ പ്രൊഫഷണലിസം നയൻസും വിഘ്നേഷും ഔട്ട് ഗോയിങ്ങിൽ കാണിച്ചില്ലത്രേ. ഒഫീഷ്യലി പെർമിഷൻ ചോദിച്ച് ഒരു മെയിൽ അയക്കുന്നതിന് പകരം വിഘ്നേഷ് തൻ്റെ കൂടി സുഹൃത്തായ ധനുഷിൻ്റെ കമ്പനിയുടെ മാനേജർ കം എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ശ്രേയസിനെ ഫോണിൽ വിളിച്ച് ഒരു NOC അയക്കാൻ തീർത്തും കാഷ്വലായി പറയുന്നു. ഇതൊക്കെ കമ്പനി കാര്യമല്ലേ, ഒരു മെയിൽ അയക്കൂ എന്ന് ശ്രേയസ് തിരിച്ചു പറയുന്നു. വിഘ്നേഷിനും നയൻസിനും ഈഗോ ഹർട്ടാവുന്നു. മെയിൽ അയക്കുന്നതിന് പകരം ഉന്നതരെയും പൊളിറ്റീഷ്യൻസിനെയും ഇടപെടിച്ച് സീൻ വഷളാക്കുന്നു. ഇത്രയുമായപ്പോൾ ധനുഷ് വക്കീൽ നോട്ടീസ് അയക്കുന്നു. മറുപടിയായി ഇരവാദം കലക്കി നയൻസിൻ്റെ ഓപ്പൺ ലെറ്റർ വരുന്നു. എങ്ങനെ ഇരിക്കുന്നു പ്രൊഫഷണലിസം എന്നാണ് ശൈലൻ ശൈലേന്ദ്രകുമാർ ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നത്. ഇത് അതർ സൈഡ് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞതാണ്. സത്യം പലതാവാം, ഇനിയും ഉണ്ടാവാം. എന്തായാലും MN വിജയൻ മാഷുടെ പഴയ ഒരു വാചകം ഓർമ്മ വരുന്നു. ISROയിലെ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ മുടിവെട്ടാനായി സലൂണിൽ ചെന്ന് ഇരിക്കുമ്പോൾ അവിടെ അയാളല്ല പ്രൊഫഷണൽ, അത് മുടിവെട്ടുന്ന തൊഴിലാളി ആണ്. കൂടുതൽ എന്ത് പറയാൻ? അപ്പോൾ പിന്തുണ ആർക്കെന്ന് ചോദിക്കാം. സംശയമെന്ത്? നയൻതാരയ്ക്ക് തന്നെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശൈലൻ ശൈലേന്ദ്രകുമാർ ഈ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്.